മാസത്തിൽ സ്വലാത്ത് കൊണ്ട് ഹൃദയം സ്ഫുടം ചെയ്താൽ റമദാൻ വല്ലാത്ത അനുഭൂതിയുടെ മാസമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബികളിൽ ചിലർ ചെന്നിട്ട്, താബിഈങ്ങളിൽ ചിലർ ചെന്നിട്ട് ചോദിക്കുന്നു, കൈഫ തസ്തഇദ്ദു ലിശഹ്രി റമദാൻ, നിങ്ങൾ എങ്ങനെയാണ് റമദാനിന് ഒരുങ്ങാറുള്ളത്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, കുന്നാ നഖാഫു അൻ നസ്തഖ്ബില ഹിലാല റമദാൻ, റമദാനിന്റെ മാസപ്പിറവി കാണുന്നത് ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്താണ്? ഞങ്ങളെ ഖൽബ് ശുദ്ധിയല്ലാതെ റമദാനിലേക്ക് കടന്നാ പിന്നെ റമദാനിന്റെ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. പലരും കരുതിയത് റമദാനിൽ ഖൽബ് നന്നാക്കാമെന്നാണ്. എന്നാൽ റമദാനിന്റെ അനുഭൂതി ആസ്വദിക്കണമെങ്കിൽ റമദാനിന്റെ മുന്നേ തന്നെ ഒരുക്കം വേണം. വകാന സലഫു കാനൂ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് യദുഊനല്ലാഹ അൻ യുഖബ്ബിലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഇബാദത്ത് സ്വീകരിക്കാൻ റമദാൻ കഴിഞ്ഞിട്ടുള്ള 6 മാസം ദുആ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 6 മാസം അടുത്ത റമദാനിൽ എത്തിക്കണേ എന്നുള്ള ദുആ ആണ്. അടുത്ത റമദാനിൽ എത്തിക്കണേ എന്ന ദുആ ആണ്. എന്നിട്ട് അതിനു വേണ്ടി ഇങ്ങനെ ഒരുങ്ങാണ്. വെറും നനച്ചുള്ളി കൊണ്ട് ഒരുങ്ങിയാൽ പോരാ. ശാരീരികമായോ വീടിന്റെ അകവും പുറവൊക്കെ നല്ല വൃത്തിയാക്കും. പക്ഷെ മനസ്സ് വൃത്തിയാകാതെ റമദാനിലേക്ക് കടന്നാൽ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നാളെ മാസം കാണോ, ഇന്ന് മാസം കാണോ എന്ന് ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഞങ്ങളെ ഖൽബ് നന്നായിട്ടില്ലല്ലോ പടച്ചോനെ. ഈ ഖൽബ് നന്നാവാതെ പവിത്രമായി മാസത്തിലേക്ക് ഞാൻ കടന്നാൽ എൻ്റെ റമദാന്റെ സ്ഥിതി എന്താകും അറിയൂല. റമദാന്റെ രാത്രികളിൽ ഒന്ന് കണ്ണീരൊലിപ്പിക്കാൻ കഴിയില്ല. കഴിഞ്ഞ റമദാനിന് ഖുർആൻ എടുത്തു വെച്ച് ഓതിയിട്ട് പൂട്ടിവെച്ചതാണ്. ഇന്നേ വരെ ഖുർആൻ ഒന്നും എടുത്തു നോക്കിയില്ല. എത്ര റമദാൻ കഴിഞ്ഞാലും ഒരു റമദാനിൽ ഒരു ഖത്മ് പോലും ഓതി തീർക്കാൻ കഴിയാത്ത ഹതഭാഗ്യരായ മനുഷ്യർ നമ്മുടെ കൂടെയുണ്ട്. ഖുർആനിനോട് ബന്ധമില്ലാതിരിക്കലാണ് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. മിൻ ഹരീനാരിലാ أطفأت حر لظى من برديك الشبيب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് പോലെ ദിവസവും ഖുർആനും പാരായണം ചെയ്യണം. ബുസീരി ഇമാം പറയുകയാണ്, ആ ഖുർആനിന്റെ ആയത്തിനെ നരകത്തിലെ തീയിനെ ഭയപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഓതിയാൽ, പടച്ചോനെ നരകത്തിലെ തീയിൽ നിന്ന് രക്ഷ കിട്ടണമെന്ന് കരുതിയിട്ട് ആരെങ്കിലും ഖുർആനിനെ ഓതിയാൽ, ഖുർആനിന്റെ മനോഹാരിത കൊണ്ട്, അതിന്റെ ശൈത്യം കൊണ്ട് നരകത്തിലെ കത്തിയാളുന്ന തീയെ കെടുത്തിക്കളയാനുള്ള പവറുള്ള ഒരായുധം നമ്മുടെ കയ്യിലുണ്ടത് ഖുർആനാണ്. റമദാനിന്റെ മുന്നേ തന്നെ ഖുർആൻ ഓതിയിട്ട് ഖൽബിനെ ഹയാത്താക്കണം. ദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വതളറുഉ ബിസ്സഹർ വമുജാലസാതു സാലിഹീനൽ ഫുളലാ. റമദാനിന്റെ മുമ്പ് ജീവിതത്തിൽ പുലർത്തേണ്ട 5 മെഡിസിനുകളെ പരിചയപ്പെടുത്തുകയാണ്. ചത്തുപോയ ഖൽബ് ഹയാത്തായി കിട്ടാൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്ന നിർദ്ദേശങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് ഖുർആൻ ഓതലാണ്. ദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ.
അള്ളാഹുവിന്റെ ഖുർആനെ അർത്ഥമറിഞ്ഞോതാൻ കഴിയുന്നവരങ്ങനെ ഓതണം. അല്ലാത്തവരിത് അള്ളാന്റെ ഖുർആനാണെന്ന വിചാരത്തോടെ എന്നുമെന്നും ഖുർആൻ എടുത്തുകൊണ്ട് ഓതണം. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന് ഒരു ഗ്രന്ഥമുണ്ട്, അത്തിബ്യാനു അലാ ആദാബി ഹമലത്തിൽ ഖുർആൻ എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ചിലരൊക്കെ ഒരു റമദാനിൽ ഖുർആൻ എടുത്ത് ഓതിയാൽ പിന്നെ അടുത്ത റമദാൻ വരെ പിന്നെ ഖുർആൻ തൊടൂല. എന്നാൽ ഖൽബ് ഹയാത്തായി റമദാനെ സ്വീകരിക്കാൻ ശഅബാനിൽ തന്നെ ഖുർആൻ ഖത്മ തീർക്കണേ. സലഫു സാലിഹീങ്ങളുടെ ആദത്ത്, അവരുടെ പതിവ് പരിചയപ്പെടുത്തുന്നിടത്ത് കാണാം ദിവസവും ഖത്മ തീർക്കുന്നവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസ് പറഞ്ഞുകൊണ്ട് നബവി ഇമാം പറയുന്നുണ്ട്, ധാരാളം അഇമ്മത്തിൽ താബിഈങ്ങളിൽപ്പെട്ടവർ 3 ദിവസത്തിൽ ഒരു ഖത്മ തീർക്കുന്നവരുണ്ട്, ആഴ്ചയിൽ ഖത്മ തീർക്കുന്നവരുണ്ട്, 8 ദിവസത്തിൽ തീർക്കുന്നവരുണ്ട്, 10 ദിവസത്തിൽ, മാസത്തിൽ, 2 മാസത്തിൽ, 3 മാസത്തിനേക്കാളേറെ ഒരു ഖത്മ തീർക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകാറില്ല എന്നാണ്. എന്നാൽ ഒരു മാസത്തിൽ 10 ജുസ് കുറഞ്ഞ സമയം, 2 ഖത്മെങ്കിലും ഒരു ഖുർആൻ ഒരു വർഷത്തിൽ ഓതി തീർക്കാത്തവർക്ക് അവരുടെ ഖൽബിൽ ഈമാനിന്റെ നൂറ് കെട്ടുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകണം. റമദാനിൽ മാത്രം ഉണ്ടായാൽ പോരാ. രണ്ടാമത്തേത് വലിൽ ബത്നിൽ ഖലാ, വയറ് കാലിയാക്കണം. സഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലയഅതിയന്ന അലന്നാസി സമാൻ തകൂനു ഹമ്മതു അഹദിഹിം ഫീഹി ബത്നുഹു. അവസാന കാലഘട്ടം വരാനുണ്ട്, അന്ന് എല്ലാവരുടെയും നിയ്യത്ത് വയറ് നിറക്കണം, വയറ് നിറക്കണം, വയറ് നിറക്കണം. അത് മാത്രമേ നിയ്യത്ത് ഉണ്ടാവുള്ളൂ. അൽഫാമും ബ്രോസ്റ്റും തിന്നണം, ഇതല്ലാത്ത നിയ്യത്ത് ഉണ്ടാവില്ല. ഏത് ഭാഗത്തേക്ക് സഞ്ചരിച്ചാലും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും പെരുകിക്കൊണ്ടിരിക്കാൻ. എന്തിനാണ്? വയറ് നിറക്കാൻ വേണ്ടി. ചത്തതാണോ അറുത്തതാണോ എന്നൊന്നും മനുഷ്യന്മാർ നോക്കൂല. ഹലാലാണോ ഹറാമാണോ എന്ന് നോട്ടല്ല. സമ്പാദിക്കുന്നതിൽ ഹറാം കലരുന്നുണ്ടോ? ഏതെങ്കിലും രൂപത്തിലുള്ള ട്രേഡിങ്ങുകളുടെ മുതലൊക്കെ സ്വായത്തമാക്കും, സമ്പാദിക്കും. എന്നിട്ടത് മക്കൾക്ക് തിന്നാൻ കൊടുക്കും. മക്കൾക്ക് ഹലാലായത് തിന്നാൻ കൊടുക്കാതിരുന്നാൽ മക്കൾ ഹറാം പറന്നടത്താകും. അങ്ങനെ അവർ ഹറാമായി വളർന്നു കഴിഞ്ഞാൽ മക്കൾ വഴികേടിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ചെന്ന് പരിഭവം പറയുന്ന ഒരു സഹോദരൻ, ശഖാഅൻ ബഅദി ഔലാദിഹി, ചില മക്കളെ പറ്റി പരാതി പറയുന്നവർ പറയുന്നത് കേൾക്കുന്നില്ല എന്നാണ് സങ്കടം.